ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുങ്ങി പോകുന്നത് കോട്ടയത്തോട്ടാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിക്കണം, പിന്നെ കുറച്ച് സ്ഥലങ്ങൾ കയറാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കാർ കയറുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. എല്ലാവർക്കും സൈഡ് സീറ്റ് മതി, അതിനുള്ള അംഗമാണ് അവിടെ നടക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പെട്രോളൊക്കെ അടിച്ച് നമ്മൾ നേരെ കോട്ടയത്തോട്ട് പോകാൻ കേട്ടോ. നമ്മൾ നേരെ ലെൻസ് കാർട്ടിലോട്ടാണ് പോയത് കേട്ടോ. കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ പോലും എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. അത് മാത്രമല്ല ടി വി, മൊബൈൽ, ലാപ്പ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണുമ്പോഴേക്കും കണ്ണിൽ കൂടെ കുടുകുടാ വെള്ളം ഒഴുകും കേട്ടോ. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയേണ്ടത്. അങ്ങനെ ഒന്ന് കണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ സൗകര്യം ഉള്ളതുകൊണ്ട് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് അവർ കണ്ണാടി കീഴി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫ്രെയിം നോക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇതൊന്നും അല്ല ഞാൻ എടുത്ത കേട്ടോ. അവസാനം ഞാൻ കാണിച്ചു തരാം എന്താ എടുത്തതെന്ന്. അപ്പോൾ ഇതൊക്കെ ഞാൻ വെറുതെ ഷോയ്ക്കൊന്ന് വെച്ച് നോക്കിയത് കേട്ടോ. ഇതൊന്നും എൻ്റെ മുഖത്തിന് ചേർത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും ചുമ്മാ ഒന്ന് വെച്ചതാ. ഒരു കണ്ണാടിക്കട കയറിയതല്ലേ. അപ്പോൾ എനിക്ക് മാത്രം കേട്ടോ, അനിയത്തിക്ക് മേടിക്കണമായിരുന്നു കണ്ണട. അതുകൊണ്ട് അവളും സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കണ്ണട എടുത്ത് ഞാൻ അവൻ്റെ കൊടുത്തപ്പോൾ അവൻ ചുരുട്ടി മടക്കി അവൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ മേടിച്ച കണ്ണാട കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതിനകത്ത് ലെൻസൊക്കെ ആഡ് ചെയ്തിട്ട് അവർ നമ്മളെ വിളിക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മൾ പോയി വാങ്ങിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. അവിടുന്ന് നമ്മൾ നേരെ സ്റ്റുഡിയോയിലോട്ടാണ് പോയത് കേട്ടോ. അനിയത്തിക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. വെളിയിൽ നിന്ന് എനിക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാണ് അകത്തോട്ട് കയറിയത് കേട്ടോ. ഈ ഡ്രസ്സാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. ഓഫറൊന്നും ഇല്ലായിരുന്നു, വലിയ കളക്ഷനും ഇല്ലായിരുന്നു കേട്ടോ സ്റ്റുഡിയോയിൽ. എന്നാലും അവൾക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് വാങ്ങാമെന്ന് വിചാരിച്ചാണ് നമ്മൾ സ്റ്റുഡിയോയിൽ കയറി കേട്ടോ. പിന്നെ അവിടെ അങ്ങ് നിരങ്ങി എന്ന് പറയാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മേളത്തെ സെക്ഷനിൽ കുറച്ച് ചെരുപ്പ് നോക്കണമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ അബദ്ധത്തിന് മോനെ ഒന്ന് ഇറക്കി വിട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവൻ അപ്പുറത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ കോട്ടയം ചന്തയിലോട്ടാണ് വന്നത് കേട്ടോ. കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടി. അപ്പം ഞങ്ങളിവിടെ പോസ്റ്റായിട്ട് നിൽക്കുവാണ്. അവർ പോയി പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ അവിടെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച പച്ചക്കറി സാധനങ്ങളൊക്കെ കേട്ടോ. അപ്പം അവിടെ വെച്ച് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ചത് ഇത് മൂന്നുമാണ് കേട്ടോ. അത് കഴിഞ്ഞ് മമ്മിയോട് പറഞ്ഞു, മമ്മി ഒരു കാപ്പി ഇട്ട് തരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു കാപ്പിയും കുടിച്ച് തേങ്ങാബണ്ണും കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയുള്ളത്തെ വീഡിയോ.